ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹോംസ് ബൈ അഖില. എല്ലാവരുടെയും ക്രിസ്മസ് ഓരോ വ്യത്യസ്തമായ രീതികളിലായിരുന്നു. അപ്പം ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും ഞങ്ങളുടെ ഈ വർഷത്തെ ക്രിസ്മസും ഒക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ക്രിസ്ത്യാനികളായിട്ടുള്ളവരുടെ ക്രിസ്മസ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇറച്ചി വെച്ച്. രാവിലത്തെ പ്രധാന കലാപരിപാടികളാണ് പുൽക്കൂട് സെറ്റിങ്ങും അതുപോലെ തന്നെ നമ്മളുടെ പാചകവും. തലമുറകൾ പഴക്കമുള്ള പാത്രങ്ങളൊക്കെ ഇവിടെയുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് തൊടുപുഴയ്ക്കൊന്ന് വരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതെന്തിനൊക്കെയാണെന്ന് നമുക്ക് വഴിയെ കാണാം കേട്ടോ. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തെ മുട്ടായികളോ അല്ല എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണുകയാണെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങളുടെ മക്കൾക്കും കൊടുത്ത് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കിപ്പിക്കുന്ന ശീലം ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ട്. അപ്പോൾ ഈ ഒരു മുട്ടായിയൊക്കെ ആണെങ്കിൽ എൻ്റെ വല്യമ്മയുടെ അമ്മ, എൻ്റെ അമ്മയുടെ അമ്മ ഞാൻ കുഞ്ഞതായിരുന്നപ്പം വീട്ടിൽ ചെല്ലുമ്പം ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്ന ഒരു മുട്ടായിയാണ്. ഈ മുട്ടായിയാണ് പ്രധാനമായിട്ടും അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത്. കട്ടിലിൻ്റെ മുകളിൽ തന്നെ ഒരു തട്ടുണ്ടാവും. ആ തട്ടിൻ്റെ അവിടെ നിന്ന് ഒരു പാക്കറ്റിൽ ഈ മുട്ടായി എടുത്ത് തരും. അതൊക്കെ പുറത്തുനിന്ന് കഴിക്കുന്നതൊക്കെ നമ്മുടെ ഓർമ്മകളാണ്. ഇനി കുറച്ച് ബേക്കിംഗ് ഐറ്റംസൊക്കെ വാങ്ങിക്കാനായിട്ട് നമ്മൾ മങ്ങാട്ടുകവല ബൈപ്പാസ് ഉണ്ടല്ലോ തൊടുപുഴയിൽ, ആ ഒരു വഴി പോവുകയാണ് കേട്ടോ. ഇപ്പോൾ ഇത് പുതിയതായിട്ട് തുടങ്ങിയൊരു ഷോപ്പാണ്. അത്യാവശ്യം എല്ലാ ഐറ്റംസും നമുക്ക് ബേക്കിംഗ് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നല്ല കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ പരസ്യത്തിന് വേണ്ടി പറയുന്നതല്ല, ഞാൻ പോയപ്പം കണ്ടതൊക്കെ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. നമ്മുടെ ബേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും അതുപോലെ ഡെക്കറേഷൻ ആവശ്യമുള്ള സ്പ്രിങ്കിൾസ് എല്ലാം തന്നെ ഇവിടെ കാണാം കേട്ടോ. ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഞാൻ എല്ലാം ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അത്രയും പറയാനായിട്ട് അറിയത്തില്ല. എന്തായാലും ഇതെല്ലാം കൂടി ഒരുമിച്ച് ഇത്രയും ഓപ്ഷൻസ് ഉള്ള ഒരു കട തൊടുപുഴയിൽ ഞാൻ കാണുന്നത് ആദ്യമാണ് കേട്ടോ. ഇനി ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് കുറച്ച് പ്ലം കേക്ക് വാങ്ങിക്കണം. ക്രിസ്മസിന് ഏതെങ്കിലും കേക്ക് പോരെയെന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടം പ്ലം കേക്കാണ് കേട്ടോ. കുറച്ച് പേരെങ്കിലും നൊയമ്പൊക്കെ നോക്കി ഇങ്ങനെ ത്യാഗമൊക്കെ സഹിച്ച് 25ാമത്തെ ദിവസം നമ്മൾ ഉണ്ണീശയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന പോലെ കുറച്ച് നാളൊക്കെ ഈ ഫ്രൂട്ട്സ് ഇങ്ങനെ സോക്ഡായി വിഷമിച്ച് ഇങ്ങനെ അടച്ച് കെട്ടി ഇരുന്നിട്ട് പിന്നെ കേക്കിലൂടെ ബേക്ക്ഡായിട്ട് ഇങ്ങനെ പുറത്ത് വരുന്നതല്ലേ നമ്മുടെ പ്ലം കേക്ക്. അപ്പം ക്രിസ്മസും പ്ലം കേക്കും എന്തോ ഒരു നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ കേക്കെല്ലാം തീർന്നു പോയിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. പ്ലം കേക്ക് പ്രത്യേകിച്ചും അവർക്ക് രാവിലെ തന്നെ പ്ലം കേക്ക് തൊടുപുഴ തീർന്നു എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളിങ്ങനെ പല സ്ഥലങ്ങൾ അന്വേഷിച്ച് അവസാനം നല്ല പ്ലം കേക്ക് തന്നെ കിട്ടിയിട്ടോ. ഞങ്ങളിങ്ങനെ കറങ്ങി നടക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിക്നിക് കാറ്റേഴ്സ് ചിലർക്കൊക്കെ അറിയായിരിക്കും, ചാലക്കുടിയിലുള്ളവരാണ്. അവരുടെ ഒരു ക്രിസ്മസ് ഹാമ്പർ ഉണ്ടായിരുന്നു, കുറേ ഐറ്റംസൊക്കെ ആയിട്ട് അവരുടെ മെനു ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചാലക്കുടിയിൽ നിന്നാണ് ഫുഡ് വരുന്നത്. അവർ നന്നായിട്ട് ഫ്രീസൊക്കെ ചെയ്ത് സെറ്റ് ചെയ്താണ് സംഭവം കൊണ്ടുവരുന്നത്. നമ്മൾ വീട്ടിലൊക്കെ കൊണ്ടുവന്നത് ചൂടാക്കി കഴിച്ചാൽ മതി. പ്രധാനപ്പെട്ട ടൗണുകളിലൊക്കെ അവർക്ക് പോയിന്റുകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട് ടൗണിൽ നിന്ന് കുറച്ച് മാറിയായത് കാരണം ഞങ്ങൾ ടൗണിൽ ചെന്ന് കളക്ട് ചെയ്യുകയാണ് ചെയ്തത്. സ്റ്റാർട്ടേഴ്സ് മാത്രം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണമായിരുന്നു. അപ്പോൾ അത് അവർ സെപ്പറേറ്റ് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഫുഡൊക്കെ ടേബിളിൽ എടുത്ത് വെച്ച് ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച് എല്ലാവരെയും നല്ല സെറ്റ് ചെയ്തൊക്കെ കാണിക്കണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷെ ഒന്നും നടന്നില്ല. മക്കളാണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. സമയം ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിരുന്നു.
വീട്ടിലൊരു ബൊഫേ ആവുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മളിത് ഓർഡർ ചെയ്തത് കേട്ടോ. പക്ഷേ ബൊഫയ്ക്കൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കഴിച്ചാൽ മതിയാവും. ഇത് നമ്മൾ ഒരു ഫുൾ ക്വാണ്ടിറ്റി തന്നെ എല്ലാ ഐറ്റംസും വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കതിൽ ഒരു പരിധി ഉണ്ടല്ലോ കഴിക്കാനായിട്ട്. അപ്പോൾ കുറേശ്ശെ എടുത്ത് മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. 2 or 3 ഒക്കെ ദിവസം കൊണ്ട് ഒരു ചെറിയ ഫാമിലിക്ക് ഇത് തീർക്കാൻ പറ്റുള്ളൂ. യൂൽ ലോഗാണ് മറ്റൊരു പ്രധാന അട്രാക്ഷൻ. ഇതൊരു ലോഗ് പോലെ തോന്നിക്കും, പുറമേ കാണാനും നല്ല ഭംഗിയാണ്. ഇതൊരു സ്വിസ് റോൾ പോലെ തോന്നിക്കും, അകത്ത് കുറച്ച് ചോക്ലേറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. നമുക്കെല്ലാവർക്കും കൂടെ കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റിയ, ഷെയർ ചെയ്ത് കഴിക്കാൻ പറ്റിയ ഒരു ലോഗ് തന്നെയായിരുന്നു ഇത്. മറിയക്ക് ഏതാ ഇഷ്ടമുള്ള ഡെക്കറേഷൻ? ഏതാ തുമ്മളി? ഏതാന്ന് തൊട്ട് കാണിക്കും. ഇതാണ് കുഞ്ഞ ചെണ്ടയാ. ഇത് ചെണ്ടയാ. ക്രിസ്മസ് രാത്രിയിൽ ഞങ്ങൾ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കാര്യമായിട്ട് സെലിബ്രേഷൻസ് ഒന്നും രാത്രിയിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പിറ്റേ ദിവസം പാലായ്ക്ക് പോരുവാണ്. നല്ല പ്രതീക്ഷയല്ലേ ഞങ്ങൾ വന്നേക്കുന്നുണ്ടോ? ഞങ്ങളുടെ ചാച്ചന്മാരുടെ വീടുകളെല്ലാം ഇവിടെ അടുത്തടുത്താണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ വർഷമുള്ള പരിപാടിയാണ്. എല്ലാ വീട്ടിലും കയറി ഇറങ്ങി അവിടുത്തെ കേക്കും വൈനും ഒക്കെ കുടിച്ച് തിരിച്ച് വീട്ടിൽ വരിക എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ പടക്കമൊന്നും വാങ്ങിച്ചിട്ടില്ല. അതുപോലെ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു കടയും തുറന്നിട്ടുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഒരാളുടെ വീട്ടിൽ നിന്ന് കുറച്ച് പടക്കങ്ങളൊക്കെ ഒരു സെറ്റായിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ ഒന്ന് രാമപുരം വരെ വന്നായിരുന്നു. മറിയ മാറു മാറു വെള്ളം എടുത്ത് നിങ്ങളിവിടെ തന്നെ അപ്പം കൊണ്ടാക്കിയോ? കണ്ടു മറിയേ. ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് എല്ലാവരും വിശ്രമിച്ചാലും കുട്ടികൾക്ക് വിശ്രമമില്ലല്ലോ. നമ്മുടെ പുൽക്കൂടിന്റെ കാര്യം ഇതോടുകൂടി ഏകദേശം തീരുമാനമാകും. ഞങ്ങൾ അങ്ങനെ ഓൺലൈനായിട്ടുള്ള കുർബാനയൊക്കെ കണ്ടു. ഈ വർഷം പാതിര കുർബാനയൊന്നും പോസിബിൾ അല്ലല്ലോ. ഞാൻ കണ്ടതായിരുന്നു നോക്കാ. ഞാൻ ഒരു പ്രാവശ്യം എത്ര പ്രാവശ്യം കണ്ടു.
ചാറ്റാടി എഴുതുണ്ട് ഇങ്ങനെ വച്ചേക്കുന്ന സ്ഥലം. അത് നിങ്ങളെ പോലുള്ള ലേഡീസ് ഒന്നും ആരും ആറ്റല്ല പറയേ. പള്ളിയിൽ പുൽക്കൂട് മത്സരത്തിന് എല്ലാ വർഷവും സമ്മാനം കിട്ടുന്ന വീട്ടുകാരാണ് ഇത്തവണ ഞങ്ങളുടെ പള്ളിയിൽ പുൽക്കൂട് ഉണ്ടാക്കിയത് കേട്ടോ. അത് തന്നെ കത്തോ. ചിലത് പല കളേഴ്സ് ഉണ്ടോ? അപ്പനെ അതൊക്കെ മതി. അപ്പനെ എടുത്തു. അതൊരു ബോക്സ് പോലെ വെക്കാം. രണ്ടും കത്തിയില്ലേ? ഒന്നേ കത്തിയുള്ളൂ. ഇത് നല്ല രസമുണ്ടല്ലോ. പറയണ്ട. ഈ ഒരു വർഷം ശരിക്കും ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴും ഓരോ ആഘോഷങ്ങൾ വരുമ്പോഴും നമ്മൾ നമ്മുടെ വീടുമായിട്ടും വീട്ടുകാരുമായിട്ടും കുറച്ചുകൂടെ അടുക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യാറ്. വീട്ടുകാരൊക്കെ ആയിട്ട് ഒരുമിച്ചാവാൻ പറ്റാതെ ഇരിക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളിങ്ങനെ സന്തോഷത്തോടും സമാധാനത്തോടും ഒക്കെ ക്രിസ്മസും ആഘോഷങ്ങളും ഒക്കെ ആഘോഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരുപാട് സന്തോഷത്തോടു കൂടി നല്ല അനുഗ്രഹപ്രദമായിട്ട് അടുത്ത വർഷത്തെ ക്രിസ്മസ് സന്തോഷമായിട്ട് ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ.